എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പിരിച്വാലിറ്റി 1111 എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊന്ന് യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാറായി എന്നതിൻ്റെ സിംബൽസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സയൻസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹം നടക്കാറായി, അല്ലെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നൊരു സംഭവമാണത്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവമാണ്, ആദ്യം നിങ്ങൾ കാണുന്ന സൈനാണ് റെയിൻബോസ് കാണുക. അത് റെയിൻബോ നമ്മൾ ശരിക്കും ആകാശത്ത് കാണുന്ന മഴക്കാരാവാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ബുക്കിലോ എവിടെയെങ്കിലും നമ്മൾ റെയിൻബോസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ KG ചെറിയ കുട്ടികളുടെ സ്കൂളിലൊക്കെ ഫ്രണ്ടിൽ റെയിൻബോ വരച്ചിട്ടുണ്ടാവും, അതായാലും മതി. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു സിമ്പലാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാറായി എന്നതിൻ്റെത്. പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, 1111, 222, അതുപോലെ തന്നെ 555, 666, 999, അങ്ങനെ ഒരു നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നത് കാറിൻ്റെ, ഇപ്പം എക്സാമ്പിൾ വെച്ചാൽ കാറിൻ്റെ വണ്ടി നമ്പർ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫോണിൽ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ടൈം 11:11 കാണുന്നത്, അതൊക്കെ നല്ലൊരു സിമ്പിളാണ്. അതല്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ബില്ല് പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ല് ചിലപ്പോൾ 111 ആയിരിക്കും. അതൊക്കെ ഒരു യൂണിവേഴ്സ് നമുക്ക് ഇൻഡയറക്റ്റ്ലി നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാറായി എന്നുള്ളതിനൊരു സിമ്പിളാണത്. അതുപോലെ തന്നെ മറ്റൊരു സിമ്പിളാണ്, നിങ്ങൾ ആ സാധനം കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരാനാണെന്ന് വരിക. ഇപ്പോൾ ചിലപ്പോൾ പാർട്ട്ണറുടെ പേര് അഞ്ജന എന്നെങ്ങാനും ആയിരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അഞ്ജന. ഈ അഞ്ജന എന്നുള്ള പേര് എവിടെയും നിങ്ങൾ നോക്കുമ്പോൾ ഈ അഞ്ജന എന്നുള്ള പേരായിരിക്കും. ചിലപ്പോൾ ഒരു നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികൾ പേരതായിരിക്കാം. ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അതിലത്തെ ക്യാരക്ടറുടെ നെയിം അഞ്ജന എന്നായിരിക്കാം. അല്ലെങ്കിൽ കടയുടെ ഷോപ്പിൻ്റെ പേരുകളോ, അല്ലെങ്കിൽ വണ്ടിയുടെ ഇപ്പോൾ റിക്ഷകളുടെയൊക്കെ പേരുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ജന എന്നൊക്കെ, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. നിങ്ങൾ എവിടെ നോക്കിയാലും ഈ ഒരു സംഭവമായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത് വന്നുകൊണ്ടിരിക്കുവാണ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് അത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സ് തരുന്നൊരു സൈനാണത്. അതുപോലെയുള്ള മറ്റൊരു സൈനാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകും. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് അടുത്തത് അവിടെ വന്ന് കറക്റ്റായിട്ട് ഫിക്സ് ആയി ഇരിക്കത്തുള്ളൂ എന്നത് അതൊരു ലോയാണ്, അതൊരു നിയമമാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അത് മാത്രമല്ല, നമുക്ക് സ്വയം ഒരു പോസിറ്റിവിറ്റി വരും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പം അതായത് നമ്മൾ ചേസ് ചെയ്യൽ നിർത്തും. അതായത് ഒരു പോയിന്റിലെത്തിപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട്ണറിൻ്റെ തന്നെയാണെന്ന് വയ്ക്കാം. നമുക്ക് മിണ്ടാതിരിക്കുന്ന പാർട്ട്ണറാണ്, അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലാതിരിക്കുന്ന പാർട്ട്ണറാണെങ്കിൽ നമ്മൾ അവരുടെ ലാസ്റ്റ് സീനും അവരുടെ പ്രൊഫൈൽ ഫോട്ടോയൊക്കെ നോക്കി നമ്മളതിനെ കരഞ്ഞ് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ സ്വയം കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സംഭവം പതുക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറും. നമ്മൾ തന്നെ സ്വയം നല്ല വൈബ്രേഷനിലേക്ക് എത്തും. നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ചെയ്യും. നമ്മൾ വേറെ പല കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ആവാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഹാപ്പി ആയിരിക്കും, മനസ്സുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ ആ ചേസിങ് മെൻറ്റാലിറ്റി നിർത്തും. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവുമ്പോൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന എന്തിനെയാണോ, അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ, അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായ മെമ്മറികളുള്ള പാട്ട്, അതായത് ഇപ്പം നിങ്ങൾക്ക് മെമ്മറീസ് തരുന്ന പാട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുടെ റിംഗ് ടോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇട്ടിരുന്ന റിംഗ് ടോൺ ആയിരിക്കാം. ഞാനിപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളത് റിലേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പല സിംറ്റംസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതധികം ദൂരമല്ല എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ നന്നായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ.